നമസ്തേ, എൻ്റെ പ്രേംലാലിലേക്ക് സ്വാഗതം. പുതുവർഷമാണ് ഇന്ന് അല്ലേ? നമുക്കൊരുപാട് സന്തോഷങ്ങളും സങ്കടങ്ങളും അനുഭവങ്ങളൊക്കെ തന്ന 2024 വിട. 2025 പുത്തൻ പ്രതീക്ഷകൾ, പുതിയ തുടക്കം. നമ്മുടെ ഇന്നത്തെ ഈ എപ്പിസോഡും ഈ ഒരു പുതിയ തുടക്കത്തിന് വേണ്ടിയുള്ളതാവട്ടെ. ഈ 2025 നിങ്ങൾ എങ്ങനെയാണ് പ്ലാൻ ചെയ്ത് വച്ചിരിക്കുന്നത്? ഞാൻ പറയുന്നത് മിറക്കിൾ 2025. നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നിങ്ങളെ സ്വാധീനിച്ച വർഷം ഏതെന്ന് നാളെ നമ്മുടെ അടുത്ത തലമുറയോട് പറയേണ്ടി വരുമ്പോൾ ആ വർഷം 2025 ആവട്ടെ. മിറക്കിൾ സംഭവിക്കട്ടെ, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ആ അത്ഭുതങ്ങൾക്കായിട്ട് നമുക്ക് നല്ലവണ്ണം തയ്യാറെടുക്കാം. നോക്കൂ, നമ്മളൊരു ക്രിസ്റ്റൽ ക്ലിയറായ ഒരു ലക്ഷ്യം സെറ്റ് ചെയ്യണം. ഈ 2025 എൻ്റെ നെക്സ്റ്റ് 2026 ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ എൻ്റെ സ്റ്റേറ്റ് എന്തായിരിക്കണം? അത് സമ്പത്തിൻ്റെ കാര്യത്തിൽ എന്തായിരിക്കണം? ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ എന്തായിരിക്കണം? നിങ്ങളുടെ ബന്ധങ്ങളുടെ കാര്യത്തിൽ എന്തായിരിക്കണം? നിങ്ങളുടെ ജോബ് അല്ലെങ്കിൽ പ്രൊഫഷൻ, കരിയർ അതിലെന്തായിരിക്കണം? നിങ്ങളുടെ പേര്, പ്രശസ്തി, അംഗീകാരങ്ങൾ അതിലെന്തായിരിക്കണം? ഇങ്ങനെയൊരു 365 ദിവസത്തെ ഒരു ഡ്യൂറേഷൻ കൊണ്ട് നമ്മുടെ ഇപ്പോഴത്തെ സ്റ്റേറ്റിൽ നിന്നും ഈ 1-ാം തീയതി നമ്മൾ തീരുമാനിക്കണം, അടുത്ത 1-ാം തീയതി നമ്മൾ എവിടെ എത്തണം. നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡ്, ക്രിസ്മസ് സ്പെഷ്യൽ എപ്പിസോഡ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലേ, ന്യൂറൽ പാത്വയെ പറ്റി. നമുക്ക് ഈ 2025 നമുക്ക് ആവശ്യമായ ന്യൂറൽ പാത്വേ സെറ്റ് ചെയ്യാനായി മാറ്റി വെച്ചാലോ? അതിന് വലിയ വലിയ കാര്യങ്ങൾ ഒറ്റയടിക്ക് ചെയ്യുകയല്ല വേണ്ടത്, ചെറിയ ചെറിയ കാര്യങ്ങൾ സ്ഥിരമായി ചെയ്യുകയാണ് വേണ്ടത്. ഒരു ആനയെ എങ്ങനെ തിന്നാം? ഒറ്റ മന്ത്രമേ ഉള്ളൂ, ഒരു സമയത്ത് ഒരു കടി. അത്രേ ഉള്ളൂ. ആനയെ കഷ്ണങ്ങളാക്കുക, ഒരു സമയത്ത് ഒരു കടി. അതേപോലെ നിങ്ങൾ എടുത്തിരിക്കുന്ന ഈ 2025 ഏറ്റവും വലിയ ബ്യൂട്ടിഫുള്ളായ ലക്ഷ്യങ്ങളിലേക്ക് നിങ്ങൾ ജനുവരി 1 ഇന്ന് കുറേ കാര്യങ്ങൾ ചെയ്യണം. ചെറിയ കാര്യം ചെയ്താൽ മതി കേട്ടോ. 2-ാം തീയതി ചെയ്യണം, 3-ാം തീയതി ചെയ്യണം, 365 ദിവസവും ചെയ്യണം. വലിയ കാര്യങ്ങൾ ഒറ്റയടിക്ക് ചെയ്യുകയല്ല, ചെറിയ കാര്യങ്ങൾ സ്ഥിരമായി ചെയ്യണം. ചില നിർദ്ദേശങ്ങൾ തരാം. 1, അറ്റ്ലീസ്റ്റ് 5 മണിക്കെങ്കിലും നിങ്ങൾ നാളെ മുതൽ എഴുന്നേക്കാൻ ശ്രമിക്കും. 5 മണി, ലോകം ഉറങ്ങുമ്പോൾ നിങ്ങൾ ഉണരണം. പ്രഭാതത്തിൻ്റെ ഏറ്റവും ഭംഗിയുള്ള ആ നിമിഷങ്ങളെ നിങ്ങൾ സ്വന്തമാക്കണം. എന്നിട്ട് ഈ 2025 ഏറ്റവും ബ്യൂട്ടിഫുള്ളാക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കണം. എന്തൊക്കെ ചെയ്യാൻ പറ്റും? നിങ്ങൾ ആരെങ്കിലും മിറക്കിൾ മോർണിംഗ് എന്നൊരു പുസ്തകം വായിച്ചിട്ടുണ്ടോ? മിറക്കിൾ മോർണിംഗ് വായിച്ചിട്ടില്ലെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വായിച്ചിരിക്കേണ്ട. ഞാൻ ഒരിക്കലും കൊണ്ട് പറയാൻ കാരണം, ഒറ്റ പ്രാവശ്യം വായിച്ചുകൊണ്ട് തീർക്കാവുന്നൊരു പുസ്തകമല്ല മിറക്കിൾ മോർണിംഗ്. അതിലെ കഥാനായകൻ അദ്ദേഹം തന്നെയാണ് ആ പുസ്തകം എഴുതിയത്, ഹാൽ എൽറോഡ്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ നേരിടാൻ പറ്റുമോ അത്രയും കാര്യങ്ങൾ നേരിട്ട് ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന് നമുക്ക് മുമ്പിൽ ഒരു പാഠപുസ്തകമായി, സ്വയം ഒരു പാഠപുസ്തകമായി മാറിയ ഒരു മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ മാറ്റം വരുത്തിയ കാര്യങ്ങളെ അദ്ദേഹം ഒരു പുസ്തക രൂപത്തിലേക്ക് കൊടുത്തേക്കാണ്. അതിൽ പറയുന്ന കുറേ കാര്യങ്ങളെങ്കിലും നിങ്ങൾക്കും ജീവിതത്തിൽ അഡോപ്റ്റ് ചെയ്യാൻ പറ്റും. ഹാലിനെ സംബന്ധിച്ച് 20-ാമത്തെ വയസ്സിൽ ആ കുട്ടിയുടെ ജീവിതത്തിലുണ്ടായ വലിയൊരു അപകടം എന്ന് പറഞ്ഞാൽ ചെറിയ അപകടമല്ല, വലിയൊരു ട്രക്ക് വന്നവൻ്റെ കാറിനെ ഇടിച്ച് തകർത്തു. മീൻ ടൈം വേറൊരു ചെറുപ്പക്കാരൻ ഓടിച്ചിരുന്ന വണ്ടി വന്നിട്ട് അവൻ്റെ ഡോർ സൈഡിൽ ഇടിച്ചു. അത് വണ്ടി മുഴുവൻ തകർന്നു, അവൻ്റെ തലയും തകർന്നു, തലച്ചോറ് വെളിയിൽ വന്നു പറയാം. അത്ര കണ്ട് 11ആയിട്ട് ശരീരം ഒടിഞ്ഞു നുറുങ്ങി. വാരിയല്ല് പുറത്തു വന്നു, തുട പൊളിച്ച് പുറത്തു വന്നു. മെഡിക്കൽ ടീം നോക്കിയപ്പോൾ ഏകദേശം 6 മിനിറ്റത്തേക്ക് ആ കുട്ടിക്ക് ജീവൻ പോലും ഇല്ലായിരുന്നു. അവരുടെ തീവ്ര ശ്രമത്തിനിടയിലാണ് അവനൊന്ന് ശ്വസിച്ചത്. ആ മരിച്ചു ജീവിച്ച 6 മിനിറ്റിന് ശേഷം ഇന്ന് ഹാല്, അതിനിടയ്ക്കോ ഇന്നെന്ന് പറയുമ്പോൾ അതിനിടയ്ക്ക് 2 തവണ ക്യാൻസറിനെ അതിജീവിച്ചു കേട്ടോ. ഇതിനൊക്കെ ശേഷം ഇന്ന് ഹാല് മാരത്തോൺ ചാമ്പ്യനാണ്, ലോകത്തെ ഏറ്റവും മികച്ച സ്പീക്കേഴ്സ് ഒരാളാണ്, പണക്കാരനാണ്, ഏറ്റവും മികച്ച ബെസ്റ്റ് സെല്ലർ പുസ്തകങ്ങളുടെ രചയിതാവാണ്.
അപ്പോൾ എന്താണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം മാറ്റം വരുത്തിയത്? ഒന്നും ചെയ്തില്ല, പ്രഭാതത്തെ സ്വന്തമാക്കി. ഈ പുതുവത്സര ദിനത്തിൽ എനിക്ക് നിങ്ങളോടും പറയാനുള്ള ഒരൊറ്റ കാര്യം, പ്രഭാതത്തെ സ്വന്തമാക്കുക. ഈ രാവിലെ എഴുന്നേറ്റിട്ട് തിരിച്ചു മറിഞ്ഞും കിടന്ന് നമ്മൾ യൂട്യൂബ് കാണുകയല്ല വേണ്ടത്. അതിൽ ആ പുസ്തകത്തിൽ അദ്ദേഹം 6 കാര്യങ്ങൾ പറയുന്നു. സേവേഴ്സ് എന്നാണ് പറയുക. എസ് ഫോർ സൈലൻസ്. നിങ്ങൾക്ക് അല്പസമയം വെറുതെ ഇരിക്കാം, കണ്ണടച്ചിരിക്കാം, മെഡിറ്റേറ്റ് ചെയ്യാം, സൈലൻസിലിരിക്കാം, നിശബ്ദതയിലിരിക്കാം. എഴുന്നേറ്റ് കഴിഞ്ഞാൽ ചെയ്യേണ്ട കാര്യങ്ങളാണ് കേട്ടോ. എഫ് ഫോർ അഫിർമേഷൻസ്. നമ്മൾ കഴിഞ്ഞ എഡീഷനിൽ ഒരു അഫിർമേഷൻ തന്നു അല്ലേ? അഫിർമേഷൻസ് നിങ്ങൾക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്യുക, ഗൂഗിളിൽ സെർച്ച് ചെയ്യുക, ധാരാളം അഫിർമേഷൻസ് കിട്ടും. അഫിർമേഷൻസുകൾ പ്രാക്ടീസ് ചെയ്യാം. വി ഫോർ വിഷ്വലൈസേഷൻ. നിങ്ങൾ ഈ 2025 ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഏത് സ്റ്റേറ്റിലെത്താൻ ആഗ്രഹിക്കുന്നോ ആ സ്റ്റേറ്റിൽ എത്തിക്കഴിഞ്ഞാലുള്ള കാര്യങ്ങൾ നിങ്ങൾ ഇപ്പോൾ നടക്കുന്നു എന്ന വണ്ണം നിങ്ങൾ എന്ത് ചെയ്യുക? വിഷ്വലൈസ് ചെയ്യുക, ഭാവനയിൽ കാണുക. നമ്മുടെ ഉപബോധ മനസ്സിന് ഭൂതകാലം ഭാവികാലം എന്നൊന്നുമില്ല, വർത്തമാനകാലം മാത്രമേ ഉള്ളൂ. അപ്പം നിങ്ങളുടെ ഓർമ്മകളിലേക്ക് പോകാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് കാണാൻ പറ്റും. കാരണം അത് നിങ്ങൾക്ക് സംഭവിച്ചതാണ്, നിങ്ങളുടെ അനുഭവത്തിൽ അതിന് ബോധ്യമുണ്ട്. എന്നാൽ ഭാവി കാലം എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആണല്ലേ? അപ്പോൾ അവിടെ നടക്കേണ്ട ഒരു കാര്യം നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറഞ്ഞാൽ ചിലപ്പോൾ സ്വാഭാവികമായിട്ടും അല്പം ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകും. പക്ഷേ സാരമില്ല, വെറുതെ ഇരുന്നിട്ട് കാണുക, കിനാവ് കാണുക. ആ കിനാവ് കാണുമ്പോൾ പകൽ കിനാവും വിഷ്വലൈസേഷനും രണ്ടാണെന്ന് അറിയണം കേട്ടോ. നിങ്ങൾക്ക് നിങ്ങളുടെ വിഷ്വലൈസേഷൻ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ഇമോഷൻസ് കൂടി മിക്സ് ചെയ്യാൻ പറ്റിയാൽ ഇറ്റ് ഈസ് വെൽ ആൻഡ് ഗുഡ്. ഇപ്പോൾ നിങ്ങൾ ഈ വർഷം ഒരു കാറ് സ്വപ്നം കാണുന്നത് കരുതട്ടെ. എന്താ വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത്? നിങ്ങൾ അതിനെ ഫീലോടുകൂടി ഇമോഷൻസോടുകൂടി കാണണം. നിങ്ങൾ തീരുമാനിച്ച് വെക്കണം അത് ഏത് കാറാണ്, ഏത് ബ്രാൻഡാണ്, ഏത് കളറാണ്, ഏത് മോഡലാണ്. എന്നിട്ട് എന്ത് ചെയ്യുക? ആ കാറിനെ ചുറ്റും നടന്നൊന്ന് കാണുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്യുക. നിങ്ങൾ ആ കാറിലൊന്ന് തൊട്ട് തലോടി നോക്കുക. ആ ഡോറ് തുറക്കുമ്പോൾ ഉച്ചയെ കേൾക്കുക. നിങ്ങളുടെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് പണി കൊടുക്കുക എന്ന് പറയും. നമ്മൾ കാണണം, കേൾക്കണം, സ്മെല്ല് ചെയ്യണം, സ്പർശിക്കണം, അതിൻ്റെ രുചി അറിയണം. അപ്പോൾ എന്താ രുചി അറിയാൻ ചെയ്യുക? വിഷ്വലൈസേഷനകത്ത് നിങ്ങൾക്ക് ആ കാറിലിരുന്നുകൊണ്ടൊരു മിഠായി കഴിക്കാം. ഇങ്ങനെ നിങ്ങൾക്ക് എവിടെയാണോ എത്താൻ ആഗ്രഹിക്കുന്നത് അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? വിഷ്വലൈസേഷൻ ചെയ്യാം. ഈ ഫോർ എക്സസൈസ്. ഇപ്പോൾ നാളെ തന്നെ നിങ്ങൾ ജിമ്മിൽ പോയിട്ട് 2 മണിക്കൂർ എക്സസൈസ്. നോ. ഞാൻ പറഞ്ഞല്ലോ, ചെറിയ കാര്യങ്ങൾ സ്ഥിരമായി ചെയ്യുക. അറ്റ്ലീസ്റ്റ് നിങ്ങൾക്കൊരു കാര്യം ചെയ്യാമോ? നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ വീടിൻ്റെ വാതിക്കയിലുള്ള ഏറ്റവും തൊട്ടടുത്തുള്ള ഇലക്ട്രിക് പോസ്റ്റിൽ പോയി തൊട്ടിട്ട് തിരിച്ചു വരാമോ? ചെറുതായി തുടങ്ങുക. മറ്റന്നാൾ നിങ്ങൾ 2-ാം തീയതി എന്ത് ചെയ്യുക? 2-ാമത്തെ പോസ്റ്റിൽ തൊടുക. 3-ാം തീയതി നിങ്ങൾ 3-ാമത്തെ പോസ്റ്റിൽ തൊടുക. അങ്ങനെ ഒരു 21 ദിവസം നിങ്ങൾ 21 പോസ്റ്റ് തൊടുന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ പറഞ്ഞ പോലെ നിങ്ങളുടെ പ്രഭാതങ്ങളിലെ ശീലങ്ങളിലൊന്ന് ഈ രാവിലത്തെ നടത്തമായി മാറും. അത് സെറ്റായി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക? അല്പം ബോഡിക്ക് വാമപ്പ് കൊടുക്കുക, പിന്നെ കൂടുതൽ കാര്യമായ എക്സസൈസുകളിലേക്ക് പോവുക. അപ്പോൾ നോക്കിയേ, പായൽ കിടന്ന് 2024 ഉറങ്ങിയ നമ്മൾ 2025 ജീവിതത്തിൽ സിഗ്നിഫിക്കൻ്റായ മാറ്റം വരുത്താൻ ബേബി സ്റ്റെപ്പുകൾ എടുത്തു തുടങ്ങി. ആർ ഫോർ റീഡിങ്. അവിടെയും ഞാൻ പറയാം ബേബി സ്റ്റെപ്സ്. നിങ്ങൾ ഒരു പുസ്തകം വായിക്കാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ നാളെ ഒരു പേജ് എടുത്തിട്ട് അതിൻ്റെ ഒരു പാരഗ്രാഫ് വായിക്കുക. പറ്റില്ലെങ്കിൽ ഒരു വരി വായിക്കുക. 2-ാം തീയതി 2 വരി, 3-ാം തീയതി 3 വരി, അല്ലെങ്കിൽ 1-ാം തീയതി 1 പാരഗ്രാഫ്, 2-ാം തീയതി 2 പാരഗ്രാഫ്, 3-ാം തീയതി 3 പാരഗ്രാഫ്, അല്ലെങ്കിൽ 1-ാം തീയതി 1 പേജ് പറ്റുമെങ്കിൽ, 2-ാം തീയതി 2 പേജ് പറ്റുമെങ്കിൽ, 3-ാം തീയതി 3 പേജ്. ബേബി സ്റ്റെപ്സ്. അടുത്ത ഒരു എസ് കൂടിയുണ്ട്. എസ് ഫോർ സ്ക്രൈബിങ്. കുത്തിക്കുറിക്കുക. നമുക്കൊരു ലിസ്റ്റുമായിട്ട് നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോകുന്നുണ്ടെങ്കിൽ പർച്ചേസ് എളുപ്പമാണ് അല്ലേ? അതേപോലെ നിങ്ങൾക്ക് അന്നന്ന് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് നിങ്ങളൊരു കുറിപ്പ് തയ്യാറാക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരഞ്ഞെടുപ്പുകൾ വളരെ എളുപ്പമായിരിക്കും. നമുക്ക് പ്രഭാതം തുറന്നു കഴിഞ്ഞാൽ വി ഹാവ് പ്ലെൻറ്റി ഓഫ് ചോയ്സസ് അല്ലേ? തിരഞ്ഞെടുക്കാൻ ഒരുപാടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം? ഒരു പത്രവും വായിച്ച് കട്ടൻ ചായയും കുടിച്ചിരിക്കാം, TV കാണാം, ഫേസ്ബുക്ക് നോക്കാം, വാട്സപ്പ് നോക്കാം, ഇൻസ്റ്റാഗ്രാം കാണാം, അല്ലെങ്കിൽ പുറത്തേക്ക് ഇറങ്ങാം, പ്രകൃതിയിൽ നടക്കാം. നല്ലതും ചീത്തയുമായ ഒരുപാട് ചോയ്സുകളുണ്ടാവും അല്ലേ? എന്നാൽ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മികച്ചമായ ദിവസമാണ് ഇന്നത്തെ ദിവസം. ഈ ജനുവരി 1. ഈ ജനുവരി 1 കഴിഞ്ഞ് ഇപ്പം ഇന്നാണ് നിങ്ങൾ വീഡിയോ കേൾക്കുക അല്ലേ? അങ്ങനെയെങ്കിൽ നാളെ ജനുവരി 2, 2-ാം തീയതി ഈ പ്ലാൻ നിങ്ങൾ നടപ്പാക്കണം. ഇന്ന് 2-ാം തീയതി എന്തൊക്കെ കാര്യങ്ങൾ എനിക്ക് ചെയ്യാനുണ്ട്? നിങ്ങളുടെ ഓഫീസിലുണ്ടാവും,
നിങ്ങളുടെ ബിസിനസ്സിലുണ്ടാവും, ഈ ധനപരമായ കാര്യങ്ങളിലുണ്ടാവും, ചില കൊടുക്കൽ വാങ്ങൽ അല്ലേ. ഇനി ഫാമിലി ഉണ്ടാവും. വളരെ ശ്രദ്ധിക്കേണ്ട പോയിൻ്റാണ് ഫാമിലി കേട്ടോ. ഇപ്പോൾ നിങ്ങളിതെല്ലാം സെറ്റ് ചെയ്തു, വലിയ വലിയ കാര്യങ്ങൾ നിങ്ങളുടെ ഫീൽഡിൽ ചെയ്തു, ഫാമിലി ശ്രദ്ധിച്ചില്ലെങ്കിലോ? ഞാൻ എപ്പോഴും പറയുന്നൊരു സാധനമുണ്ട്, പാസഞ്ചർ സിനിമയിൽ അതിലെ നായകൻ ശരിക്കും ദിലീപ് അല്ല, നായകൻ എന്ന് പറയുന്നത് ശ്രീനിവാസനാണ്. ശ്രീനിവാസൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു, അവരെയൊക്കെ രക്ഷിച്ചു, ഒരു ഗ്രാമത്തെ മുഴുവൻ രക്ഷിച്ചു, മന്ത്രിമാരെയൊക്കെ അകത്താക്കിയിട്ട് അദ്ദേഹം വിജയശ്രീലാളിതനായി വീട്ടിലേക്ക് കയറി ചെല്ലുന്നുണ്ട്. വീട്ടുകാർക്ക് അറിയില്ല ഈ സംഭവമൊന്നും. ഈവൻ ശ്രീനിയേട്ടൻ പോലും ഇങ്ങനെ നടക്കുന്ന കാര്യം ടി വിയിൽ നടക്കുന്ന കാര്യം അദ്ദേഹം ശ്രദ്ധിക്കുന്നില്ല. പക്ഷേ അദ്ദേഹം വീട്ടിലേക്ക് കയറി വരുമ്പോൾ എല്ലാവരും അന്വേഷിക്കുന്ന ആരാണ് ആ മനുഷ്യൻ, എല്ലാവരും ലോകം മുഴുവൻ ഉറ്റുനോക്കുമ്പോൾ ഈ മനുഷ്യന് അന്ന് നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളി ഭാര്യയിൽ നിന്നായിരുന്നു. കാരണം അദ്ദേഹം ചായപ്പൊടി വാങ്ങിയില്ല. അപ്പോൾ നോക്കൂ, നമുക്ക് ജീവിതത്തിൻ്റെ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു മേഖലകളിലൊക്കെ എന്താണ് ചെയ്യേണ്ടതെന്ന് എഴുതി വെച്ചിട്ട് നിങ്ങൾ വൈകുന്നേരം കിടക്കുന്നതിന് മുമ്പായിട്ട് ഇതൊക്കെ എത്ര എണ്ണം ചെയ്തു എന്ന് ടിക്ക് ചെയ്ത് നോക്കുന്ന ഒരു ശീലം. നോക്കൂ, ഇത്രയും മാറ്റം വരുത്താമോ? ഈ 2025 ഒരിക്കലും 2024 പോലെ ആവില്ല. ഉറപ്പ്, 100% ഉറപ്പ്. നമ്മൾ എപ്പോഴും എന്ത് ചെയ്യും? ഡിസംബർ എപ്പോഴും തീരുമാനങ്ങളുടേതാണല്ലേ. ഡിസംബർ മാസം നമ്മൾ തീരുമാനിക്കും, ഇനി അത് നിർത്തി, ഇത് നിർത്തി, അത് നിർത്തി, അത് നിർത്തി, എന്നിട്ട് എന്ത് ചെയ്യും? കുറച്ച് നാൾ കണ്ടിന്യൂ ചെയ്യും, പിന്നെ വീണ്ടും അത് റീസ്റ്റാർട്ട് ചെയ്യും. ഇനി അവിടെയും ഞാൻ നിങ്ങൾക്ക് ടിപ്പ് തരാം. പലരും കള്ളുകൂടി നിർത്തുന്ന മാസമാണ് ഡിസംബർ. അവസാനത്തെ ഡ്രോപ്പ് അടിച്ച് അല്ലേ, നമ്മൾ ഡിസംബർ 31 അടിച്ച് മറിഞ്ഞ് കിടക്കും. ചിലപ്പോൾ 1-2 ആഴ്ചത്തേക്ക് അടിക്കില്ല, പിന്നെ അടി തുടങ്ങും. പലരും സിഗരറ്റ് വലി നിർത്തുന്ന മാസമാണ് ഡിസംബർ. നോക്കിതെല്ലാം അഡിക്ഷൻസാണ്. സിഗരറ്റ് വലി അഡിക്ഷൻസാണ്, കള്ളുകൂടി അഡിക്ഷനാണ്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം കേട്ടോ, അതൊന്നും നിർത്താനും പറയാൻ ഞാൻ ആളല്ല. ഈവൻ ചിലർക്ക് ചായയും പരിപ്പോഴും അഡിക്ഷൻ ആയിരിക്കും, എന്നും വൈകിട്ട് ചായയും പരിപ്പോഴും അഡിക്ഷൻ ആയിരിക്കും. അഡിക്ഷൻ ടു ആക്ഷൻ അല്ലെങ്കിൽ അഡിക്ഷൻ ടു അബണ്ടൻസ് എന്നൊരു കോൺസെപ്റ്റ് തരട്ടെ. എനിക്കറിയാവുന്നൊരു കുട്ടി 2012 എന്നെ കാണാൻ വന്നപ്പോൾ 300 രൂപയാണ് അവൻ്റെ കള്ള് ചിലവ്. 300 രൂപ. 600-650 രൂപയ്ക്കോ എന്തൊക്കെയാണെന്ന് അദ്ദേഹം എന്തോ പണി ചെയ്യുക. അതിൽ 300 രൂപ കൂട്ടുകാരോടൊപ്പം ചിലവഴിക്കും. അവനോട് ചോദിച്ചൊരു ചോദ്യം ഇത്രേ ഉള്ളൂ, കള്ളുകൂടി നിർത്താൻ പറ്റുമോ? പറ്റില്ല, അത് കൂട്ടുകാരുടെ കൂടെ. എങ്കിലും ഒരു കാര്യം ചെയ്യാവോ? കള്ള് കുടിച്ചോളൂ, പക്ഷേ ഇന്ത്യയിൽ വെച്ച് കള്ളു കുടിക്കില്ല തീരുമാനിക്കാവോ? വിദേശത്ത് എവിടെയെങ്കിലും പോയി കള്ളു കുടിക്കാമെന്ന് തീരുമാനിക്കാവോ? അപ്പോൾ നമ്മൾ എഗ്രിമെൻ്റ് വെച്ചു, മലേഷ്യയിൽ പോയിട്ട് കള്ളു കുടിക്കാം. അപ്പോൾ അത്രയും നാൾ കള്ളു കുടിക്കാതിരിക്കണം. ആ പൈസ എന്ത് ചെയ്യണം? 300 രൂപ വെച്ചിട്ട് ഒരാളുടെ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുക്കണം. അയാൾ എന്ത് ചെയ്യും? അതുകൊണ്ട് ഷെയർസ് വാങ്ങും. 2012-13 കാലഘട്ടത്തിൽ ഈ അദാനിമാരൊക്കെ ഇങ്ങനെ വളർന്നു വരുന്നൊരു സമയത്ത് ഈ SIP ഒക്കെ നമ്മളിപ്പോഴാണ് വളരെ കോമൺ ആയിട്ട് കേൾക്കുന്നത്. ആ സമയത്ത് സ്ഥിരമായി ഈ 300 രൂപയ്ക്ക് മാസം 9,000 രൂപയുടെ ഷെയറുകൾ വാങ്ങിയിരുന്നു. ആ ദുശ്ശീലത്തിൽ നിന്ന് അദ്ദേഹം മുക്തനായി. ഒന്നാമത്തെ അഡ്വാൻറ്റേജ്. ബട്ട് അദാനി വളർന്നപ്പോൾ ഇദ്ദേഹവും വളർന്നു. ഇന്ന് ജീവിതത്തിൻ്റെ വളരെ നല്ല നിലയിൽ അദ്ദേഹം ജീവിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം ചെയ്ത ഒരു ചെറിയ മാറ്റമാണ് അഡിക്ഷൻ ടു അബണ്ടൻസ്. നിങ്ങൾക്കും ഒരു ക്ലൂ അല്ലേ ഇത്? നിങ്ങൾ ഏതെങ്കിലും ഒരു അഡിക്ഷൻ ഉപേക്ഷിക്കാൻ തയ്യാറുണ്ടോ? എന്നിട്ട് അതിൽ നിന്ന് കിട്ടുന്ന പൈസ എടുത്ത് നിങ്ങൾ എന്ത് ചെയ്യുക? കൂട്ടി വെച്ച് നിങ്ങളുടെ പണത്തെ വളരാനുള്ള ഒരു മേഖലയിലേക്ക് ആ പണത്തെ റീഇൻവെസ്റ്റ് ചെയ്യാവും. 2 ഗുണമുണ്ടല്ലോ. ഒന്ന്, നിങ്ങളുടെ അഡിക്ഷൻ നിൽക്കുമ്പോൾ നിങ്ങളുടെ ശരീരം നന്നാവും. ഇനി ആ പണം നിങ്ങൾക്ക് വേണ്ടി പണിയെടുക്കാൻ കൂടി തുടങ്ങിയാലോ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഐശ്വര്യവും വരും. സോ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ ഈ ന്യൂ ഇയർ നിങ്ങൾക്ക് കൂടെ കൊണ്ടുപോകുന്നില്ല, മറിച്ച് കുഞ്ഞു കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. അതിൻ്റെ ഔട്ട്പുട്ട് ഞാനിപ്പോൾ അടിവരയിട്ട് പറയാം. 2024 ബ്യൂട്ടിഫുള്ളായിരിക്കും 2025. ചെയ്യണം. ചെറിയ സ്റ്റെപ്പുകളാണ് നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ സംഭവിക്കുക. നമ്മൾ കപ്പൽ മാറേണ്ട ആവശ്യമില്ല, ഡയറക്ഷൻ മാറ്റിയാൽ മതി. അതേപോലെ നിങ്ങൾ എന്താ പറയുക, കുഞ്ഞു കാര്യങ്ങൾ മാറ്റം വരുത്തി നോക്കൂ, ജീവിതം മാറും, ഉറപ്പ്. താങ്ക് യു സോ മച്ച്. സ്റ്റേ ട്യൂൺഡ് വിത്ത് മെൻ്റർ പ്രേംലാൽ. നമ്മുടെ ഈ ചാനൽ ഇഷ്ടമായെങ്കിൽ നിങ്ങളൊരു 10 പേർക്കെങ്കിലും ഈ ചാനൽ അയച്ചു കൊടുക്കണം. ഒരു 10 കൂട്ടുകാരെ കൊണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യിക്കണം. നിങ്ങളത് കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ എന്തൊക്കെ ചെയ്യാവോ അതൊക്കെ ചെയ്യണം. ഇത് നമ്മളുടെ ചാനലാണ്. സാധാരണക്കാരനായി ജനിച്ച ഒരാൾക്ക് സമ്പന്നനായി മാറാനുള്ള അവകാശമുണ്ട്. ആ അവകാശം അരക്കിട്ടുറപ്പിക്കാൻ
നമ്മൾ ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുന്ന ചാനലാണ്. ഇതിനെ അതിൻ്റെ ഉയർന്ന ഹൈറ്റ്സിലേക്ക് എത്തിക്കാൻ എല്ലാവരും കൂടെ ഉണ്ടാവണം.